ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. അരങ്ങം ഹിന്ദു മേളയുടെ 2ാം ദിവസമായ ഇന്ന് മാതൃസംഗമവും പ്രഭാഷണ സദസ്സും സംഘടിപ്പിച്ചു. മാതൃസംഗമം ചടങ്ങിൽ മാതൃസമിതി ഉപാധ്യക്ഷൻ ടി ശ്രീകുമാരി സ്വാഗതം ആശംസിച്ചു. വസന്ത ജോസഫ് അധ്യക്ഷത വഹിച്ചു. ആനിയമ്മ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മാതൃസമിതി ജോയിന്റ് കൺവീനർ ജയ അനൂപ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വൈകിട്ട് 6 മണിയോടെ പ്രഭാഷണ സദസ്സ് സംഘടിപ്പിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരി പി സോമൻ നായർ സ്വാഗതം ആശംസിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരി ഭരതൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പി നാരായണ പെരുവണ്ണാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് പ്രഭാഷണം നടത്തി. പത്മശ്രീ നാരായണ പെരുവണ്ണാൻ, എടക്കാട് രാധാകൃഷ്ണമാരാർ, രാമചന്ദ്ര പെരുവണ്ണാൻ, വി കെ പ്രഭാകരൻ, ജഗദീശൻ KV എന്നിവരെ ആദരിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ വിനോദ് AR കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് രാത്രി 7 മണി മുതൽ നാദതരംഗിണി നടുവിൽ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയും സജി ആനുവേലിൽ നയിക്കുന്ന ശിവരഞ്ജിനി വോയിസ് കാർത്തികപുരം അവതരിപ്പിക്കുന്ന ഗാനാലയവും അരങ്ങേറി. സന്ദേശ് തമ്പാൻ ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. സാഹചര്യങ്ങൾ മൂലം നമുക്ക് തുടങ്ങുന്നതിന് അല്പം തടസ്സം നേരിട്ടു. എങ്കിലും വളരെ ഭംഗിയായി തന്നെ ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ PR ഭരതൻ അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ശ്രീ പി നാരായണ പെരുവണ്ണാൻ അവർകളാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരത്തെ സംസാരിച്ചതായതിനാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ വിശദീകരണം പിന്നീട്. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഇത്തരം വേദികൾ ധർമ്മത്തിൻ്റെ യഥാർത്ഥ സന്ദേശത്തെ പ്രചരിപ്പിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റുക എന്നത്. എന്താണ് സനാതനധർമ്മം? ചില വിപരീത യുക്തിക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ ആരോപിക്കുന്നത് പോലെ അത് ശ്രേണീബന്ധിതമായിട്ടുള്ള ജാതി ധർമ്മത്തെയാണോ നമ്മൾ സനാതനധർമ്മം എന്ന് വിളിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. എല്ലാ മനുഷ്യർക്കും, ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള അകാലികമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള ധർമ്മത്തെയാണ് നമ്മൾ സനാതനധർമ്മം എന്ന വാക്കുകൊണ്ട് വിളിച്ചിട്ടുള്ളത്. ധർമ്മം എന്ന വാക്ക് തന്നെ ധാരയത്തെ ഇതി ധർമ്മ എന്നാണ് പ്രമാണം പറയാം. എന്താണോ നമ്മളെ ധാരണം ചെയ്യുന്നത്, എന്താണോ നമ്മളെ ഉയർത്തുന്നത്, അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിച്ചത്. ഋത് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഈ ധർമ്മം എന്ന് പറയുന്ന ശബ്ദം ഉടലെടുക്കുന്നത്. ഋത് എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം നാച്ചുറൽ ഓർഡർ എന്നുള്ളതാണ്. പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ചലനം, അതിൻ്റെ സന്തുലിതാവസ്ഥ, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ചലനാത്മകതയാണ് നമ്മൾ ഋത്ത് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഋത്ത് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷിലെ ഋതം എന്ന് പറയുന്നത് താളാത്മകത എന്നാണല്ലോ. സംസ്കൃതത്തിലെ തന്നെ ഋതു എന്ന് പറയുന്ന കാലങ്ങളെ, 6 ഋതുക്കൾ, വസന്തം, ഗ്രീഷ്മം, ഹേമന്തം തുടങ്ങിയിട്ടുള്ള ഋതുക്കൾ, പ്രപഞ്ചത്തിന് സ്വാഭാവികമായിട്ടുള്ളൊരു ചലനം ഉണ്ടെന്നും സ്വാഭാവികമായിട്ടുള്ളൊരു താളം ഉണ്ടെന്നും ആ താളത്തെ പരിരക്ഷിക്കലാണ് നമ്മുടെയൊക്കെ ദൗത്യമെന്നും. മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതല്ല ഈ പ്രപഞ്ചവും ഈ പ്രകൃതിയും. ഈ പ്രകൃതിയിലെ അനേക കോടി പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. നമ്മുടെ ആവശ്യങ്ങൾക്കോ നമ്മുടെ ലക്ഷ്യങ്ങൾക്കോ വേണ്ടിയിട്ട് എങ്ങനെയും ദുരുപയോഗം ചെയ്യാവുന്ന ഒന്നല്ല ഈ പ്രപഞ്ചം എന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള താളത്തെ സംരക്ഷിക്കലാണ് മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിലുള്ള നിരവധിയായിട്ടുള്ള ജീവജാലങ്ങളിലെ ഒരു ജീവജാലം മാത്രമാണ് മനുഷ്യൻ എന്നുള്ളൊരു പ്രാഥമിക ബോധത്തിൽ നിന്നാണ് ഋത്ത് ഉണ്ടാവുന്നത്. മറ്റ് പല സെമിറ്റിക് മതങ്ങളും ഈ പ്രപഞ്ചം എന്നത് മനുഷ്യൻ്റെ ആനന്ദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും മേലെ ആധിപത്യം പുലർത്തിക്കൊണ്ട് നിന്റെ സുഖത്തിന് വേണ്ടി നീ എങ്ങനെയും ജീവിച്ചു കൊള്ളുക എന്ന് മനുഷ്യനോട് കൽപ്പിച്ചപ്പോഴാണ് നമ്മുടെ ഋഷീശ്വരന്മാർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറയുന്നത്, മനുഷ്യന് വേണ്ടിയിട്ടല്ല പ്രപഞ്ചം, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ. ആ പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികം ഞാൻ കേവലം മനുഷ്യനാണെന്ന് ഭാവിക്കുന്നേയില്ല. രാമന്റെ നോക്കൂ, രാമൻ തികഞ്ഞ മനുഷ്യനായി തന്നെയാണ് പെരുമാറി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ഈശ്വരനാണ്, നാരായണനാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയോ ലാഞ്ചനയോ പോലും രാമൻ തരുന്നില്ല. രാമായണം പൂർണ്ണമായിട്ട് മനുഷ്യനായി തന്നെ, പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമൻ എന്നാണുള്ള അർത്ഥം. പുരുഷോത്തമനായി തന്നെ രാമനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതല്ല രാമൻ ഈശ്വരനായിരുന്നെങ്കിൽ എന്തൊരു എളുപ്പമുണ്ടായിരുന്നു അല്ലേ? രാമന് ഗരുഡനെ വിളിച്ചു വരുത്തിയിട്ട് ഗരുഡന്റെ പുറത്ത് പോയിട്ട്. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഇത്തരം വേദികൾ
ധർമ്മത്തിൻ്റെ യഥാർത്ഥ സന്ദേശത്തെ പ്രചരിപ്പിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റുക എന്നത്. എന്താണ് സനാതനധർമ്മം? ചില വിപരീത യുക്തിക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ ആരോപിക്കുന്നത് പോലെ അത് ശ്രേണീബന്ധിതമായിട്ടുള്ള ജാതി ധർമ്മത്തെയാണോ നമ്മൾ സനാതനധർമ്മം എന്ന് വിളിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. എല്ലാ മനുഷ്യർക്കും, ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള അകാലികമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള ധർമ്മത്തെയാണ് നമ്മൾ സനാതനധർമ്മം എന്ന വാക്കുകൊണ്ട് വിളിച്ചിട്ടുള്ളത്. ധർമ്മം എന്ന വാക്ക് തന്നെ ധാരയത്തെ ഇതി ധർമ്മ എന്നാണ് പ്രമാണം പറയുക. എന്താണോ നമ്മളെ ധാരണം ചെയ്യുന്നത്, എന്താണോ നമ്മളെ ഉയർത്തുന്നത്, അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിച്ചത്. ഋത് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഈ ധർമ്മം എന്ന് പറയുന്ന ശബ്ദം ഉടലെടുക്കുന്നത്. ഋത്ത് എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം നാച്ചുറൽ ഓർഡർ എന്നുള്ളതാണ്. പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ചലനം, അതിൻ്റെ സന്തുലിതാവസ്ഥ, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ചലനാത്മകതയാണ് നമ്മൾ ഋത്ത് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഋത്ത് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷിലെ ഋതം എന്ന് പറയുന്നത് താളാത്മകത എന്നാണല്ലോ. സംസ്കൃതത്തിലെ തന്നെ ഋതു എന്ന് പറയുന്ന കാലങ്ങളെ 6 ഋതുക്കൾ, വസന്തം, ഗ്രീഷ്മം, ഹേമന്തം തുടങ്ങിയിട്ടുള്ള ഋതുക്കൾ. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.